10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ജിന്ദഗി കാ സഫർ എന്നുള്ളത് അല്ലേ. വളരെ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ പോലും ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. അപ്പോൾ ജിന്ദഗി കാ സഫർ ഹൈക്കു നമുക്ക് മുഴുവനായിട്ടും പഠിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സാമിന് വരുന്ന ടൈപ്പിലുള്ള ചോദ്യങ്ങൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരങ്ങൾ പഠിക്കാം. ജിന്ദഗി കാ സഫർ ഹൈക്കു നോക്കൂ. ആദ്യത്തെ ഹൈക്കു ഇതായിരുന്നു, സൂഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ എന്നുള്ളത് അല്ലെ. നോക്കൂ, സൂഖായ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ. ഇത് സുരംഗമ യാദവ് എഴുതിയിട്ടുള്ള ഹൈക്കു ആണ്. അപ്പൊ ഈ ഒരു ഹൈക്കുവില് സൂഖ എന്ന വാക്കിന്റെ അർത്ഥം വരൾച്ച എന്നും ബാഡ് എന്ന വാക്കിന്റെ അർത്ഥം വെള്ളപ്പൊക്കം എന്നും അതുപോലെ സാഹബ് കെ ആംഗൻ സാഹബിന്റെ മുറ്റം, സദാ ഫുഹാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, എപ്പോഴും നനവാർന്നത് എന്നുള്ളതുമാണ്. അപ്പോ ഈ ഒരു ഹൈക്കുവിന്റെ ആശയം എന്ന് പറയുന്നത്, സുരംഗമ യാദവ് की ये हाइकू समाज की एक कड़वी सच्चाई दिखाता है. यह हाइकू उन लोगों के बारे में है जो हमेशा दूसरों की परेशानी में अपना फायदा देखते हैं. അതായത് മറ്റുള്ളവരുടെ പ്രശ്നത്തിലും തന്റെ ലാഭം കണ്ടെത്തുന്ന ആളുകളെ കുറിച്ചാണ് ഈ ഒരു ഹൈക്കു പറയുന്നത് അല്ലെ. നോക്കൂ, ചാഹെ സൂഖാ ഹോ യാ ബാഡ് ഉനെ കോയി ഫർക്ക് നഹീ പഡ്താ. മറ്റുള്ളവർക്ക്, അതായത് വെള്ളപ്പൊക്കം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പണത്തിന്റെ ആധിക്യവും അതുപോലെ തന്നെ നമ്മുടെ സുഖ എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് ഇവിടെ ദരിദ്രരായിട്ടുള്ള ആളുകളെ കുറിച്ചുമാണ്. അപ്പൊ ഇതാണ് പ്രതീകം. അപ്പോ ഇങ്ങനെയുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ സാഹബിന്റെ മുറ്റം എപ്പോഴും നനഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ അവരുടെ മനസ്സിൽ അതൊന്നും എഫക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉൻകെ ആംഗൻ മേ തോ ഹമേശാ ഖുശിയാ ഹി രഹതി ഹൈ. യെ ഹൈക്കു ദിഖാതാ ഹൈ കി അമീർ ലോഗോं पर മുസീബത്തോं का असर नहीं होता. ധനികരായിട്ടുള്ള ആളുകൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല, സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ്. ഗരീബ് ലോഗ് ഹർ മുഷ്കിൽ കാ സാമന കർത്തേ ഹേ. പാവപ്പെട്ട ആളുകളാണ് അധികവും പ്രശ്നങ്ങളെയൊക്കെ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. യ അമീരോം ഓർ ഗരീബോം കെ ബീച്ച് ബഡേ അന്തർ കോ ബതാതാ ഹേ. പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഒരു അന്തരമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഹൈക്കു ആയിരുന്നു, പിതാനെ ഢൂണ്ഠി ലാട്ടിയാം ബുഡാപ്പേ കി ദിഖ്തി നഹി. ഇവിടെ ഢൂണ്ഡന എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, അന്വേഷിക്കുക എന്നുള്ളതാണ് അല്ലെ. പിതാനെ ഢൂണ്ഠി ലാട്ടിയാം, ലാട്ടി വടിയാണ്. ബുഡാപ്പ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, വാർദ്ധക്യം അല്ലെ. ദിഖ്തി നഹി, അത് കാണുന്നില്ല അല്ലെ. പിതാനെ ഢൂണ്ഠി ലാട്ടിയാം ബുഡാപ്പേ കി ദിഖ്തി നഹി ശ്രീ ഗോപാൽ ബാബു ശർമ്മ എഴുതിയിട്ടുള്ള ഹൈക്കുവാണ്. വാർദ്ധക്യത്ത് അച്ഛൻ തന്റെ ആശ്രയം തരയാണ്, തന്റെ വടി തരയാണ്. ആ വടി, വാർദ്ധക്യത്തിലെ വടി എന്ന് ഉദ്ദേശിക്കുന്നത് മക്കളെയാണ്. അപ്പൊ അത് കാണാനില്ല അല്ലെ. ഇതാണ് ആ ഒരു ഹൈക്കുവിന്റെ വാക്കുകളാലുള്ള ഒരു ആശയം. നമുക്ക് അതിന്റെ ഇന്നർ മീനിങ് നോക്കാം. ये हाइकू बुढ़ापे में अकेलेपन और असहायता को दर्शाता है. पिता ने अपने बच्चों को सहारा समझा था लेकिन बुढ़ापे में तो वो दिखाई नहीं देते. അപ്പോ അച്ഛൻ ആശ്രയമായി കരുതിയിരുന്ന മക്കള് അച്ഛന്റെ ആ ഒരു വാർദ്ധക്യ കാലത്ത് നോക്കുന്നില്ല അല്ലെ. ഇതാണ് ആ ഒരു ഹൈക്കുവിന്റെ ആശയം. അടുത്ത ഹൈക്കു നോക്കാം. ജിന്ദഗി കി ചുനൗതിയാം എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ടിപ്പണി നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ മൂന്നാമതായിട്ടൊരു ഹൈക്കു കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആ ഹൈക്കു ഇങ്ങനെയാണ്, അതിന്റെ റൈറ്റർ ആരാണ് നിങ്ങൾ കമന്റ് ചെയ്യണം. ഹൈക്കു ഞാൻ പറഞ്ഞു തരാം. ഢൂണ്ഡതി രഹി ബർഫീലി നഗരി മേ മേഹ കി ആഞ്ച്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട കാര്യം ഈ ഹൈക്കു ആരുടെയാണ്. അതുപോലെ തന്നെ ഈ ഹൈക്കുവിൽ നെഹ് കി ആഞ്ച് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, അതുപോലെ തന്നെ ബർഫീലി നഗരി എന്ന വാക്കിന്റെയും അർത്ഥം എന്താണ്. മൂന്നാമത്തെ ഹൈക്കുവിന്റെ ആശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ജിന്ദഗി കി ചുനൗതിയാം വിഷയ് പർ ടിപ്പണി ലിഖി. ജിന്ദഗി ചുനൗതിയോं का एक सिलसिला है. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് വെല്ലുവിളികൾ, ചുനൗതി എന്ന വാക്കിന്റെ അർത്ഥം വെല്ലുവിളി എന്നാണ്. വെല്ലുവിളികളുടെ ഒരു തുടർ കഥ തന്നെയാണ്. ഹർ മോഡ് പർ നയി മുഷ്കിലേ ആത്തി ഹെ. ഓരോ ഘട്ടങ്ങളിലും പുതിയ പുതിയ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ലേക്കിൻ ഇനി മുഷ്കിലോം കാ സാമന കർക്കെ ഹം മസ്ബൂത് ബൻതേ ഹെ. ഈ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ്, തരണം ചെയ്തിട്ടാണ് നമ്മൾ മസ്ബൂത് ബൻതേ ഹെ, നമ്മൾ ശക്തരായിട്ട് മാറുന്നത്. ചുനൗതിയോ ഹമേ സിഖാത്തി ഹെ. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നമ്മളെ പഠിപ്പിക്കുന്നത് कैसे हालतों से निपटना है. എങ്ങനെയാണ് ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യുന്നത്. और कैसे आगे बढ़ना है. और അതിന്റെ കൂടെ തന്നെ എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് കൂടിയാണ്. ये चुनौतियां ही हमें बेहतर इंसान बनाती है. ഇത്തരത്തിലുള്ള വെല്ലുവിളികളാണ് നമ്മളെ ശരിക്കും ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുന്നത് എന്നാണ് പറയുന്നത്.
അപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ഡ്യൂട്ടി കൂടെ തന്നിട്ടുണ്ട്. ഈ ഒരു മൂന്നാമത്തെ ഹൈക്കുവിന്റെ ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. നിങ്ങൾ അതെല്ലാം കമന്റിൽ പറയണം. നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.